ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ സ്പിരിറ്റ് വേൾഡിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്കൊരു സന്ദേശം നൽകാനായിട്ട് ഈ ഒരു റീഡിങ്ങിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് അറിയില്ല. പക്ഷേ 2 പേരുണ്ട്, നിങ്ങളെ സ്നേഹിച്ചിരുന്ന 2 പേര്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ആകാം. അവർ നിങ്ങളോട് സംസാരിക്കാനും ചില സന്ദേശങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നുണ്ട്. രാത്രിയിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് രാത്രിയിൽ ശരിയായി ഉറങ്ങാൻ കഴിയാത്തതിന് പിന്നിൽ എന്തോ ഒരു വിഷമമോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ അലട്ടുന്നതായിട്ട് ഉണ്ട്. അതാണ് അവരുടെ സന്ദേശം സ്വീകരിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മുത്തശ്ശിയാകാം. അവർ വളരെ ജ്ഞാനിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് ജ്ഞാനത്തോടും അറിവിനോടും ഒക്കെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ആത്മാക്കളുടെ ലോകത്ത് നിങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ജ്ഞാനിയായിട്ടുള്ള വ്യക്തിയാണ് ഇത്. നിങ്ങളെ അവർ അറിയുന്നുണ്ട്. നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ചിന്തകളും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട സന്ദേശം അവരുടെ പക്കലുണ്ട്. അവരുടെ സാന്നിധ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് മണ്ണ്, പ്രകൃതി, ഭൂമി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ പൂക്കളോ കല്ലുകളോ നിങ്ങളുടെ ചുറ്റുപാടിൽ കാണുന്ന ചെറിയ വസ്തുക്കൾ പോലും അവരുടെ സ്നേഹ സന്ദേശങ്ങളുടെ പ്രതീകങ്ങളായിരിക്കാം. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അതായത് ജീവിതം ഒരു ചക്രം പോലെയാണ്, എല്ലാം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ മാത്രം നിങ്ങൾ കുടുങ്ങിക്കിടക്കരുത്. ഇതും കടന്നു പോകും. ഇന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നതും ഇന്നലെ നിങ്ങളെ അലട്ടിയതും എന്നേക്കും തുടരില്ല. കാരണം ജീവിതം നിരന്തരം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇന്ന് നിങ്ങളെ വിഷമിപ്പിച്ച കാര്യം പോലും നാളെ ഒരു കാറ്റ് വീശിയാൽ ദൂരെ പോകും, എന്നിട്ട് പുതിയത് വരും. ആ ഒരു വിഷമം പോലും ചിലപ്പോൾ നാളെ സന്തോഷമായി മാറും. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും തന്നെ കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ അതിൽ കുടുങ്ങിക്കിടക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. ആ ഒരു കാര്യം നിങ്ങളെ തളർത്താതിരിക്കുക. തളർത്തിയാലും വീണാലും അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു യോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോവുക. ഏതെങ്കിലും ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ മാത്രം നിങ്ങൾ കുടുങ്ങിക്കിടക്കേണ്ടതില്ല. അതിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, സമയത്തിൻ്റെ ശരിയായ സമയക്രമത്തിൽ വിശ്വസിക്കുക. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്കായിട്ട് ഒരു സമ്മാനമാണെന്ന് വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. ഭാവിയിലേക്ക് നോക്കുമ്പോൾ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കണമെന്നില്ല. എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒത്തുചേരുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകണമെന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കായിട്ട് ഒരു ഡിവൈൻ ഗിഫ്റ്റ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ദൈവിക അനുഗ്രഹം നിങ്ങളുടെ വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത് പറയുന്നത് നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, നിങ്ങൾ വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ ഒരു പൂർവികനാണ്. നിങ്ങളുടെ മുത്തശ്ശനാണ് അല്ലെങ്കിൽ മുത്തശ്ശിയാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ വാക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ സഹിച്ച വേദനയും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരും മനസ്സിൻ്റെ ആഴത്തിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുഃഖവും ജീവിതം നിങ്ങളെ എത്രത്തോളം പരീക്ഷിച്ചുവെന്ന് ഇവയെല്ലാം നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന
നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീര് എല്ലാം നിങ്ങളുടെ ഈ ഒരു മുത്തശ്ശിയോ മുത്തശ്ശനോ ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആയി അതിനെ നേരിട്ടുവെന്ന് അവരറിയുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അതായത്, നിങ്ങൾ ജീവിതത്തെ പകുതി ഒഴിഞ്ഞ ഗ്ലാസ് ആയിട്ട് കാണരുത്, പകുതി നിറഞ്ഞ ഗ്ലാസ് ആയിട്ട് കാണാനാണ് ശ്രമിക്കേണ്ടത്. അതായത്, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവയോ അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളിൽ ഇപ്പോഴും ഉള്ളതിനെ, നിങ്ങളിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എൻ്റെ ജീവിതം അവസാനിച്ചു പോയോ, ഇനി എനിക്കൊരു ഭാവിയുണ്ടോ, ഈ വ്യക്തിയെയും ഈ സംഭവത്തെയും ഞാൻ എങ്ങനെ മറക്കും, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ മറികടക്കും. പക്ഷേ അവർ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ മാത്രം നോക്കാതെ ഇപ്പോഴും നിങ്ങളുടെ കൈകളിലുള്ള അനുഗ്രഹങ്ങളെ കൂടി കാണുക. എല്ലാം ഇവിടെ അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ മുൻപിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ ഉള്ള ഒരു വാതിൽ അടഞ്ഞെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റൊരു വാതിൽ നിങ്ങൾക്കായിട്ട് തുറക്കുന്നതായിരിക്കും. ഈ ഒരു അധ്യായം അവസാനിക്കുന്നിടത്ത് മറ്റൊരു പുതിയ അധ്യായം തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മനസ്സിപ്പോഴൊരു ശൂന്യമായിട്ടുള്ളൊരു കൂട് പോലെ ആയിരിക്കാം തോന്നുന്നത്. പക്ഷേ അവരിവിടെ പറയുന്നത്, നിങ്ങളുടെ കൈവശമുള്ള അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ ഫോക്കസ് തിരിക്കൂ എന്നാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തവും കൂടുതൽ ഫുള്ളായിട്ടും ഗ്രൗണ്ടഡായിട്ടും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. എന്നാൽ ആ ചിന്തകൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ അനുഗ്രഹങ്ങളെ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ശ്വസിക്കാൻ വായു ലഭിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നതല്ലേ. ഇവ വളരെ സാധാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അവയുടെ മൂല്യം തിരിച്ചറിയുമ്പോൾ മനസ്സിലൊരു സുരക്ഷിതത്വവും ശാന്തതയും ഒക്കെ ഉണ്ടാവും. ആ ഒരു മൂല്യം നിങ്ങൾ തിരിച്ചറിയുക. ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുക. എനിക്ക് നല്ലൊരു വീടുണ്ട്, എനിക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, എനിക്ക് ഉടുക്കാൻ വസ്ത്രങ്ങളുണ്ട്, എനിക്ക് ശ്വസിക്കാൻ വായുവുണ്ട്, എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനിവിടെ വളരെയധികം സുരക്ഷിതയാണ്, എനിക്ക് ആവശ്യമായതെല്ലാം എൻ്റെ ചുറ്റുമുണ്ട് എന്നൊരു ബോധം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. കാരണം അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കും. അവർ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരത്തെ ചില സമയത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ്. അതിനാൽ മനസ്സിനെ എല്ലായ്പ്പോഴും ഭയത്തിലും കുറവുകളിലും ഒന്നും നിർത്തേണ്ടതില്ല. അങ്ങനെ നിർത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. അതുപോലെ മറ്റൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നാണ്. ആത്മാക്കളുടെ ലോകത്തുള്ള നിങ്ങളുടെ കുടുംബവും, നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ നിങ്ങളുടെ കുടുംബവും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവരും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. പല തലമുറകളായിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്നേഹമുള്ള ആൾക്കാരുടെ, സ്നേഹമുള്ള സോൾസിൻ്റെ ഊർജവും എല്ലാം നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായിട്ട് സമ്പത്തും ശക്തമായിട്ടുള്ളൊരു പാരമ്പര്യവും ഉണ്ടായിരുന്ന പൂർവികർ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അവരിൽ ഒരാൾ ഒരുപക്ഷെ കഴിഞ്ഞ 2-4 തലമുറകൾക്കുള്ളിൽ ഉള്ളതായിരിക്കാം. വളരെ കഴിവുള്ള ശക്തനായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. ഒരു പോരാളിയുടേത് പോലുള്ള ഒരു മനസ്സും നേതൃത്വ ഗുണവുമൊക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്ത്രീയോ പുരുഷനോ ആകാം. മറ്റുള്ളവരെയൊക്കെ നയിക്കാനും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും സ്വന്തം കഴിവുകളിലൂടെ ശ്രദ്ധ നേടാനും അധികാരവും സ്വാധീനവും പുലർത്താനും ഒക്കെയുള്ളൊരു കഴിവുള്ളൊരു വ്യക്തി. വലിയൊരു സ്ഥാനത്തിരുന്നു എന്നല്ല പറയുന്നത്, ആ വ്യക്തിയിൽ ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നുമില്ല.
എന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ പൂർവികരിൽ നിന്നുള്ള ചില കഴിവുകളും ശക്തികളും നിങ്ങളിലേക്കും പാരമ്പര്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റോറി നിങ്ങളിൽ നിന്ന് മാത്രം ആരംഭിച്ചതല്ല, അല്ലെങ്കിൽ ആരംഭിക്കുന്നതല്ല. നിങ്ങളുടെ പിന്നിൽ ശക്തമായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട്. നിങ്ങളുടെ പൂർവികരുടെ ധൈര്യവും നേതൃത്വ ശക്തിയും കഴിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു രൂപത്തിൽ പ്രകടമാകാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടാവും എന്നാണ് നിങ്ങളുടെ ഈ ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഈ ഒരു മുത്തശ്ശൻ ഇവിടെ പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക കഴിവുണ്ട്. അത് നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ പൂർവികരിൽ ഒരാളിൽ നിന്ന് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കഴിവാണ്. പ്രത്യേകിച്ചും ഒരു മുത്തശ്ശൻ അല്ലെങ്കിൽ ഒരു മുതിർന്ന പുരുഷൻ, അങ്ങനെയുള്ളൊരു പൂർവികൻ്റെ കഴിവ് നിങ്ങളിലേക്ക് എത്തിയപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കുന്ന, മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാക്കി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന എന്തോ ഒന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ കാണുന്നത് നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് ഉള്ള ഒരു ബന്ധം, ഡിവൈൻ കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾക്ക് സ്പിരിറ്റ് ലോകത്തുള്ള, ആത്മാക്കളുടെ ലോകത്തുള്ള മറ്റുള്ളവരുടെ അവിടെ നിന്നുള്ള സൂചനകളോ അല്ലെങ്കിൽ സന്ദേശങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളൊരു കഴിവുണ്ട്. ഒരു പ്രത്യേക ബന്ധം നിങ്ങൾക്ക് ആ ഒരു സ്പിരിറ്റ് വേൾഡുമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ആ ഒരു സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനോ കേൾക്കാനോ സ്വപ്നങ്ങളിൽ കൂടെ കാണാനോ ഒക്കെയുള്ളൊരു കഴിവുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോഴും അല്പം അപരിചിതമായിട്ടായിരിക്കാം തോന്നുന്നത്. ഇത് ശരിക്കും എന്താണ്, അല്ലെങ്കിൽ ഇത് ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ, ഇതെന്താ ഞാൻ ഇങ്ങനെ കാണുന്നത് കേൾക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ യാദൃശ്ചികമാണോ? ചിലപ്പോൾ നിങ്ങൾക്ക് വിഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് പല സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം. അതൊക്കെ നടക്കുന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു പവർ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു സ്പിരിറ്റ് വേൾഡിൽ നിന്നാണ്. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തരുന്നതാണ്. ഇതൊക്കെ വെറും ഒരു യാദൃശ്ചികമാണോ എന്ന് നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാകാം. എന്നാൽ അതൊന്നും യാദൃശ്ചികമല്ല, നിങ്ങളിലുള്ള കഴിവാണ്. നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു കഴിവ് പാരമ്പര്യമായിട്ട് നിങ്ങളിലേക്ക് വന്ന ഒരു കഴിവാണെന്നാണ് നിങ്ങളുടെ ഈ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത്. അതുപോലെ ഇവിടെ ഫയർ എനർജി കാണുന്നുണ്ട്. അതായത് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളിലുണ്ടാകുന്ന ആ ഒരു ധൈര്യം, നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം, പുതിയ തുടക്കങ്ങൾ എന്നിവയുടെ ഒരു പ്രതീകമാണ്. നിങ്ങൾ ഇതിനകം തന്നെ ചില ആൾക്കാരോട് വിട പറഞ്ഞിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ ഈ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടാകാം. ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ജോലിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പഴയ ഒരു പതിപ്പിനോട്, പഴയ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ആ ഒരു വേർഷനെ നിങ്ങൾ കളഞ്ഞിട്ടുണ്ടാകാം. അതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടാകാം. അതിലൂടെ നിങ്ങൾക്ക് സ്വയം വീണ്ടും നിങ്ങളെ കണ്ടെത്തേണ്ടി വന്നതായിട്ട് ഇവിടെ കാണുന്നു. പഴയ വ്യക്തിത്വം ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ നിങ്ങളായിട്ട് മാറേണ്ടി വന്നതുപോലെ, പഴയ ആ ഒരു നിങ്ങളെ നിർവചിച്ചിരുന്ന കാര്യങ്ങളോടും പഴയ ബന്ധങ്ങളോടും ചേർന്ന് നിൽക്കാതെ പുതിയ വ്യക്തിത്വത്തെ സ്വീകരിക്കാനുള്ള ഒരു സമയമാണിത്. പലരും ആ ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ കടക്കാത്തവർ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്. ചില ബന്ധങ്ങൾ ഇവിടെ അവസാനിക്കേണ്ടതുണ്ട്. ചില പഴയ അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കേണ്ടതുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ കുറച്ച് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ആരെയും എന്തെങ്കിലും നിങ്ങൾ തെളിയിക്കേണ്ടതില്ല. അവരുടെ മുൻപിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും സമർത്ഥിക്കേണ്ടതില്ല. മറ്റൊരാൾ നിങ്ങളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആരോടും നിർബന്ധം പിടിക്കേണ്ടതുമില്ല. നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് നല്ലത്, നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നത്, നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നത്, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങളുടെ കൈകളിലാണ്. പതുക്കെ നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ഒരു വലിയൊരു ഭാവിയുണ്ട്. നിങ്ങൾ ഈ ലോകത്തിലേക്ക് വെറുതെ യാദൃശ്ചികമായിട്ട് എത്തപ്പെട്ടതല്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അർത്ഥമുണ്ട്.
നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയ്ക്കും വലിയൊരു ലക്ഷ്യമുണ്ട്. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.